പിന്നെ ഞങ്ങൾ കുറെ കാത്തു നിൽക്കുന്നുണ്ട്. നരനുണ്ട്, പിന്നെ നരൻ വരണമെന്ന് തോന്നുന്നു. പിന്നെ ആറാം തമ്പുരാൻ, അങ്ങനെ കുറെ ഉണ്ടല്ലോ. അതെല്ലാം റിലീസ് ആവുമെന്ന് ആഗ്രഹിക്കുന്നു. അതായത് അതിന് വേണ്ടിയിട്ട് ബോംബെയിൽ നിന്ന് വരാൻ തയ്യാറായി നിൽക്കുന്ന ആൾക്കാരുണ്ട്. കാണുമ്പോൾ ലാലേട്ടൻ ആ ഒരു പവറിൽ പിന്നെയും കാണാനായിട്ട് ഇഷ്ടത്തിന് ഇഷ്ടപ്പെട്ടാണ് വന്നത്. പടം അടിപൊളിയല്ല, എന്താ പറയുക, ഇപ്പോഴും ആ ഒരു നമ്മൾ ഡിമിറ്റിൽ കണ്ടു വൈബ് വേണോ ലാലേട്ടന് ഇഷ്ടം കൊണ്ടാണ്. ഇപ്പോഴും പടം 2000-ന് ശേഷം ജനിച്ച എല്ലാ കുട്ടികളും തിയേറ്റർ വന്നു കഴിഞ്ഞാൽ അടിപൊളിയായി. അവർ ഭയങ്കര പിന്നെ തീർച്ചയായിട്ടും പിന്നെ പുതിയ ക്വാളിറ്റി, പുതിയ സൗണ്ട് സിസ്റ്റം ഇപ്പോഴത്തെ ഞാൻ പറഞ്ഞില്ലേ 2000-ന് ശേഷം ജനിച്ച എല്ലാ പിള്ളേരും വന്ന് കണ്ടതിന് അടിപൊളിയായി. അത് നല്ല വൈബായി. പണ്ട് എനിക്കൊന്നും പുള്ളിക്കാലത്തെ കാണാൻ പറ്റിയ എക്സ്പീരിയൻസ് ഈ മാത്രം കണ്ട് ആവേശം വന്ന സിനിമയൊക്കെ തിയേറ്ററിൽ കാണുമെന്ന് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. കൂട്ടുകാരൊക്കെ വന്നു വരാറുണ്ട്. എല്ലാം കണ്ടതല്ലേ നമ്മൾ ഇതൊരു നമ്മൾ സാധാരണ എല്ലാ ദിവസവും ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ ഫോണിൽ കണ്ടുകൊണ്ടിരിക്കുന്ന പടമില്ല. തിയേറ്ററിൽ നമ്മളെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഒരുമിച്ചിരുന്ന് കാണുമ്പോൾ കിട്ടുന്നൊരു സന്തോഷമുണ്ടല്ലോ. ഒരു മാസ് മസാല പടം അതായത് 2001 ഈ പടം ഇറങ്ങിയത്. അപ്പോൾ 2001 ഈ പടം ഇറങ്ങിയ സമയത്ത് തന്നെ ഞങ്ങളുടെ കൂടെയുള്ള പകുതി ആൾക്കാരും ഈ സിനിമ TV പോലും കാണാത്ത ആൾക്കാരുണ്ട്. പിള്ളേരുണ്ട് വർക്ക് ചെയ്യുന്നത്. അവർക്കിത് ഫസ്റ്റ് ടൈം കാണുമ്പോൾ അവരുടെ ഒരു സന്തോഷം കാണുമ്പോൾ നമുക്ക് ഭയങ്കര എന്ത് പറയുന്നത് ഭയങ്കര ഒരു റഷായിരുന്നു. അതുപോലെ തന്നെ പിന്നെ ലാലേട്ടൻ ലഹരിയാണ്. എനിക്കത് കൂടുതലൊന്നും പറയില്ല, കാരണം എൻ്റെ ഇൻസ്റ്റാഗ്രാം മൊത്തം ലാലേട്ടന് ഞാൻ നിൽക്കുന്ന ഫോട്ടോ ആണ്. ഞാൻ ലാലേട്ടനെ പറ്റി ഒന്നും എനിക്ക് പറയാം. എനിക്ക് ഭയങ്കര സന്തോഷമാണ്, കരച്ചിൽ വരും, ഭയങ്കര സന്തോഷമാണ്. ഇവിടെ കാണുമ്പോൾ ഒരു അന്യായം, ഒരു രക്ഷയില്ലാത്ത നല്ല ഓളം, നല്ല രോമാഞ്ചം, എല്ലാവരും വന്ന് കാണണം. ഇതൊക്കെ കാണാൻ ഓരോ പ്രാവശ്യം ജീവിതത്തിൽ ചാൻസ് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇത് വലിയൊരു ഭാഗ്യമായിട്ട് കാണുന്നു. വേറെ ഒരു വൈബിലാണ് പടം പോകുന്നത്. നല്ല അടിപൊളിയായിട്ട് എക്സ്പീരിയൻസ് ആയിരുന്നു. ഈ 2025 ലാലേട്ടൻ തൂക്കി എന്ന് പറയുന്നത്. ശരിക്കും തിയേറ്ററിൽ അടിച്ചു പൊളിച്ചോ? അല്ല, ഞാൻ 2001 തിയേറ്ററിൽ കണ്ട പടമാണ്. അവിടെ നിന്ന് ഇവിടേക്ക് നോക്കുമ്പോൾ മറ്റേ 4K ഒക്കെ വന്നല്ലോ. അപ്പൊ അതിന്റെ ഒരു അല്ല, അന്ന് ഓളം വെക്കാൻ പറ്റില്ല, ഇന്ന് ഓളം വെക്കാൻ പറ്റിയ ഒരു മാറ്റമേ ഉള്ളൂ. അന്ന് ഇച്ചിരി ചെറുപ്പമായിരുന്നു, അത് കുഴപ്പമില്ല, ആസ്വദിക്കാൻ പറ്റും. ലാലേട്ടൻ ഉള്ളി കിടക്കുന്ന പുറത്തേക്ക് വന്നു. ജനറേഷനിലും ഇത്രയും ഫാൻസ് കാണുമ്പോൾ എങ്ങനെ തോന്നി? ഇപ്പോഴത്തെ പിള്ളേരും ഇത് എൻജോയ് ചെയ്യുന്നത് കാണുമ്പോൾ ഒരുപാട് പേര് ഫസ്റ്റ് ടൈം കാണുന്നു എന്ന് പറയുന്നത് അവരും എൻജോയ് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നത് അടിപൊളിയായിരുന്നു. ആ കൂടെ നമുക്ക് ഓണം വെക്കാൻ പറ്റിയത് അത് തന്നെ വലിയ കാര്യമാണ്. വളരെ അടിപൊളിയായിരുന്നു.